കടം കൊടുക്കുമ്പോൾ അതിൽ നേരെ കൃത്യമായിട്ട് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. 1 ലക്ഷം റുപ്യ ഞാൻ തരുന്നു, അടുത്ത 1-ാം തീയതി എനിക്ക് തിരിച്ചു വരുമ്പോൾ 1.25 തരണം, പലിശയാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ആയിരിക്കില്ല. അതേ അവസരത്തിൽ ഇടപാട് ഞാൻ നടത്തി, ആ ഇടപാടിന്റെ പേരിൽ ഞാൻ വല്ല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുല്ലു ഖർദിൻ, ഏത് കടമിടപാടാവട്ടെ, കടം കൊടുത്ത വ്യക്തി തന്നിൽ നിന്ന് കടം സ്വീകരിച്ച ആളോട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മൻഫഅത്ത് അയാൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഫഹുവ റിബ, അതും പലിശയാണ്. അപ്പൊ എനിക്കൊരു 5 ലക്ഷം റുപ്യ കടം കിട്ടണം. ഞങ്ങളോട് വന്ന് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ എനിക്ക് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട്, നിങ്ങളാണെങ്കിൽ 2 മാസത്തിന് ലീവിന് നാട്ടിൽ വന്നിക്കുക, നിങ്ങൾ ലീവിന് നാട്ടിൽ വന്നിക്കണം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇത് റെൻ്റേ കാർ എടുക്കുകയാണെങ്കിൽ നല്ല എമൗണ്ട് ആവും, അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 മാസങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ എൻ്റെ കാർ അല്ലെങ്കിൽ എൻ്റെ ഇന്നോവ ഇപ്പോൾ കുടുംബസമേതം അടിച്ച് പൊളിച്ചോളിന്ന്, നിങ്ങൾ എനിക്ക് വാടകയൊന്നും തരണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 5 ലക്ഷം റുപ്യ പിരിക്കാൻ കടം തന്നാൽ മതി, പൈസ തിരിച്ചു വരുമ്പോൾ ഇന്നോവ വിട്ടു തന്നാൽ നിങ്ങൾ അതിൽ കയറി പോവുകയും ചെയ്യുമല്ലോ. ശുദ്ധമായ പലിശയാണ്. ഈ ഇടപാട് എത്ര ആൾക്കാർ നടത്തുന്നുണ്ട്, എത്രയോ പേര് നടത്തുന്നുണ്ട്. എന്താ പറയുന്നൊരു പ്രശ്നം? അപ്പൊ ഞാൻ എന്തായി, ഞാൻ 5 ലക്ഷം കൊടുത്തതിന് ഞാൻ ആ കൊടുത്ത ആളെടുത്തുനിന്ന് ആനുകൂല്യം ഞാൻ പറ്റി. അത് വാഹനത്തിന് മാത്രം ബാധകമല്ല, സാധാരണഗതിയിൽ നടക്കുന്നുണ്ട് ബിൽഡിങ്ങുകളിൽ മേൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ അടുത്ത് വായ്പ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വായ്പ തിരിച്ചു തരും, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, എൻ്റെ ഒരു വീടുണ്ട്, ഉപയോഗിച്ചോ, വാടകയൊന്നും തരണ്ട, വീട് ഉപയോഗിച്ചോ, ഞാൻ ആ പൈസ തരുമ്പോൾ വീട് ഒഴിഞ്ഞു തന്നാൽ മതി. പലിശയാണ്. ഇത് ചില ജില്ലകളിൽ നിർമ്മാണം നടക്കുന്നു, മറ്റു ചില ജില്ലകളിൽ വേറെ ചില രൂപങ്ങളിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. എല്ലായിടങ്ങളിലും സംഗതി നടക്കുന്നുണ്ട്, പലിശയാണ്. ഇതാ കാരണം, ഇത് കടമിടപാടാണിത്. കടമിടപാടിൽ ഞാൻ കടം എന്നിൽ നിന്ന് സ്വീകരിച്ച വ്യക്തിയോട് ആനുകൂല്യം പറ്റുന്നു. അതുകൊണ്ടാണ് ഫുഖഹാ അവിടെ കൃത്യമായ ഒരു അസ്ല് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിരുന്നു. കുല്ലു ഖർദിൻ, ഏത് വായ്പയായാലും വായ്പ വാങ്ങിയ ആളോട് ആനുകൂല്യങ്ങൾ വല്ലതും കൊടുത്തവൻ പറ്റുന്നുവെങ്കിൽ ഫഹുവ റിബ, അത് പലിശയാണ്. കടം കൊടുക്കുമ്പോൾ അതിൽ നേരെ കൃത്യമായിട്ട് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. 1 ലക്ഷം റുപ്യ ഞാൻ തരുന്നു, അടുത്ത 1-ാം തീയതി എനിക്ക് തിരിച്ചു വരുമ്പോൾ 1.25 തരണം, പലിശയാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ആയിരിക്കില്ല. അതേ അവസരത്തിൽ ഇടപാട് ഞാൻ നടത്തി, ആ ഇടപാടിന്റെ പേരിൽ ഞാൻ വല്ല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ